ഉത്തരേന്ത്യൻ ഭൂമിയിൽ മാത്രം നിറഞ്ഞു നിന്നിരുന്ന കുംഭമേള കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തുന്നു. മഹാമാഘ മഹോത്സവത്തിന് ഇന്ന് തുടക്കം തിരുനാവായയിൽ കുറിക്കുകയാണ്. കേരളത്തിന്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാമാഘ മഹോത്സവം. മഹാമാഘ മഹോത്സവത്തിന് ഭാരതപ്പുഴയുടെ തീരത്ത് വിശേഷാൽ പൂജകളോടെയാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. ജനുവരി 19 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മഹോത്സവം നടക്കുന്നത്. നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് 19-ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കുംഭമേള ഉദ്ഘാടനം ചെയ്യും. ചടങ്ങുകൾ സുഗമമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ സ്വാമി അഭിനവ ബാലാനന്ദ ഭൈരവയുടെ കാർമ്മികത്വത്തിൽ നടന്ന ദേവതാ വന്ദനങ്ങളോടെയും പിതൃകർമ്മങ്ങളോടെയുമാണ് പരിപാടികൾ ആരംഭിച്ചത്. രാവിലെ 6 മുതൽ ഐനിപ്പുള്ളി വൈശാഖിന്റെ കാർമ്മികത്വത്തിൽ വീരസാധന ക്രിയ നടന്നു. ശനിയാഴ്ച രാവിലെ ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാട് ആചാര്യനായി വൈദിക ശ്രാദ്ധകർമ്മം നടത്തുന്നതോടെ മേളയ്ക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കും. 19 മുതലാണ് മാഘമഹോത്സവത്തിന്റെ മറ്റു ചടങ്ങുകൾ ആരംഭിക്കുക. മാഘഗുപ്ത നവരാത്രി ആരംഭ ദിനമായ 19-ന് രാവിലെ 11 മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മഹാമാഘ മഹോത്സവത്തിന്റെ ധർമ്മധ്വജാരോഹണം നിർവഹിക്കും. മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തമിഴ്നാട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്നും തിരുനാവായ ത്രിമൂർത്തി സംഗമത്തിലേക്കുള്ള മഹാമേരു രഥയാത്രയ്ക്കും 19-ന് രാവിലെ തുടക്കം കുറിക്കും. തമിഴ്നാട്ടിലെ അധീനങ്ങൾ പങ്കെടുക്കുന്ന യാത്ര ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാര്യൻ യതീശാനന്ദനാഥൻ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ടാണ് നയിക്കുക. 19-ന് വൈകിട്ട് 6-ന് തിരുനാവായയിൽ മോഹൻജി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിള ആരതിക്കും തുടക്കമാകും. ബ്രഹ്മർഷി മോഹൻജി പ്രഥമ ആരതി നടത്തും. കാശി ദശാശ്വമേധ് ഘട്ടിലെ ഗംഗാ ആരതി പണ്ഡിറ്റുകൾ അർച്ചകരാകുന്ന ആരതി ഫെബ്രുവരി 3 വരെ ദിവസവും വൈകിട്ട് നിളാതീരത്ത് നടക്കും. മാഘമഹോത്സവത്തിൽ ദിവസവും രാവിലെ വേദഘോഷത്തോടെ നടക്കുന്ന സ്നാനത്തിനും വൈദിക ക്രിയകൾക്കും ഗായത്രി ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകർ നേതൃത്വം നൽകും. പ്രധാന ദിനമായ മാഘപൂർണിമയിലെ തൈപ്പൂയ ആഘോഷങ്ങൾ, ഗംഗാ ആരതിക്ക് സമാനമായി നിള ആരതി, മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ച് ഭാരതപ്പുഴയുടെ തീരത്ത് ഗംഗാ ആരതിക്ക് സമാനമായി നിള ആരതി നടക്കും. കാശി ദശാശ്വമേധ് ഘട്ടത്തിൽ ഗംഗാ ആരതി നടത്തുന്ന പണ്ഡിറ്റുകളാണ് നിള ആരതി ചടങ്ങുകൾ നിർവഹിക്കുക. എല്ലാ ദിവസവും 19-ാം തീയതി വരെ സന്ധ്യാനേരത്ത് നിള ആരതി അർപ്പണവും ഉണ്ടാകും. വിവിധ തട്ടുകളുള്ള വിളക്കുകൾ തെളിയിച്ച് മന്ത്രങ്ങൾ ഉരുവിട്ട് മണികൾ മുഴക്കിയാണ് ആരതി നടത്തുക. നിളയെ ആരാധിക്കുന്നതിനാണ് ഇവിടെയും ആരതി നടത്തുന്നത്. ഇതിനായി പ്രത്യേകം സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഭക്തർക്ക് ആരതിയിൽ പങ്കെടുക്കാൻ വേണ്ട ഒരുക്കങ്ങളും ക്രമീകരിച്ചു കഴിഞ്ഞു. പ്രത്യേക വേഷം ധരിച്ച പണ്ഡിറ്റുകളായിരിക്കും ഇവിടെ ആരതിക്കും പൂജകൾക്കും നേതൃത്വം നൽകുക. എല്ലാ ദിവസവും രാവിലെ സന്യാസി സമൂഹത്തിൽ പങ്കെടുക്കുന്ന നിള സ്നാനവും ഉണ്ടാകും. തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു പന്തീരാണ്ട് കൂടുമ്പോൾ ജനങ്ങളുടെ ഒത്തുചേരലിനും ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനുമായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാമാങ്കം നടത്തിയിരുന്നത്. മാഘമാസത്തിൽ ശുക്ലപക്ഷത്തിലെ മകം നാളിലാണ് മാമാങ്കം നടത്തിവന്നിരുന്നത്. മാമാങ്കം നടന്നിരുന്ന നിലപാട് തറ ഇന്ന് കൊടക്കൽ ഓട്ട് കമ്പനിയുടെ കോമ്പൗണ്ടിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിലപാട് തറയിലായിരുന്നു മാമാങ്കത്തിന്റെ രക്ഷാപുരുഷനായ രാജാവ് എഴുന്നള്ളിയിരുന്നത്. ആദ്യം തളിയാതിരിമാരും പിന്നീട് പെരുമാക്കന്മാരും ഒടുവിൽ വള്ളുവ കോനാതിരിമാരുമാണ് നിലപാട് തറയിൽ പെരുനില നിന്നിരുന്നത്. കോഴിക്കോട് സാമൂതിരി മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം കൈയടക്കിയതിനെ തുടർന്നാണ് ചാവേർപ്പടയുടെ ഉദ്ഭവം. അങ്ങാടിപ്പുറത്തെ തിരുമാന്താം കുന്നിലുള്ള മാമാങ്കത്തറയിൽ നിന്നും ചാവേർ പടയാളികൾ ബീരാൻചിറയിലെ പട്ടിണിത്തറയിൽ എത്തി ക്യാമ്പ് ചെയ്തതിനു ശേഷമാണ് വ്രതാനുഷ്ഠാനത്തോടെ നിലപാട് തറയെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തിരുന്നത്. സാമൂതിരിയുടെ ഭടന്മാർ അരിഞ്ഞു വീഴ്ത്തിയിരുന്ന ചാവേർ പടയാളികളുടെ മൃതദേഹങ്ങൾ വാരി വലിച്ചിട്ട് ആനയെ കൊണ്ട് ചവിട്ടിത്താഴ്ത്തിയിരുന്ന മണിക്കിണർ കൊടക്കൽ മിഷൻ ആശുപത്രി കോമ്പൗണ്ടിൽ ഇപ്പോഴും കാണാം. വീരനായകന്മാരെ മറവ് ചെയ്ത സ്ഥലത്ത് കുടയുടെ രൂപത്തിൽ കല്ലിച്ചെത്തി രൂപപ്പെടുത്തി വെച്ചിരുന്നതുകൊണ്ടാണ് കുടക്കല്ല് അഥവാ കൊടക്കൽ എന്ന പേര് വരാൻ കാരണം. 1992 അന്തരിച്ച സാമൂതിരി കുടുംബാംഗമായ KCV രാജ ഇത് പറഞ്ഞിട്ടുണ്ട്. കോക സന്ദേശം, ഉണ്ണിയാടി ചരിതം മുതലായ മധ്യകാല സാഹിത്യ കൃതികളിൽ നിന്നും 700 വർഷം മുമ്പ് പോലും തിരുനാവായയ്ക്കുണ്ടായിരുന്ന പ്രാധാന്യം വ്യക്തമാവുന്നുണ്ട്. തിരുനാവായയുടെ ഭൂമിയിലാണ് ഇപ്പോൾ കേരളത്തിലെ കുംഭമേള അരങ്ങേറാനൊരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.